കണ്ണൂർ മലപ്പട്ടം മടുവാപ്പുറത്തെ രാഷ്ട്രീയ സംഘർഷത്തിൽ 75 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. 50 കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയും 25 CPIM പ്രവർത്തകർക്കെതിരെയുമാണ് മയ്യിൽ പോലീസ് കേസെടുത്തത്. സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രതി ചേർക്കാൻ പോലീസ് നീക്കം നടത്തുന്നുവെന്ന് യൂത്ത് കോൺഗ്രസ് നേതൃത്വം ആരോപിച്ചു. യൂത്ത് കോൺഗ്രസ് തളിപ്പറമ്പ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി PR സനീഷിന്റെ ഉടമസ്ഥതയിലുള്ള മലപ്പട്ടം അടുവാപ്പുറത്തെ സ്ഥലത്ത് കോൺഗ്രസ് സ്ഥാപിച്ച ഗാന്ധി സ്തൂപം ഈ മാസം 7-ന് തകർക്കപ്പെട്ടിരുന്നു. പാർട്ടി ഗ്രാമമായി അറിയപ്പെടുന്ന പ്രദേശത്ത് നടന്ന അക്രമത്തിന് പിന്നിൽ CPIM ആണെന്ന് ചൂണ്ടിക്കാട്ടി യൂത്ത് കോൺഗ്രസ് നേതൃത്വങ്ങൾ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തു. എന്നാൽ CPIM ആരോപണങ്ങൾ നിഷേധിച്ചു. പ്രതിഷേധത്തിന്റെ തുടർച്ചയായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നേതൃത്വത്തിൽ പ്രദേശത്ത് സമാധാന സന്ദേശയാത്ര നടത്തിയിരുന്നു. 500-ലധികം പ്രവർത്തകർ അണിനിരന്ന ഈ യാത്ര മലപ്പട്ടം ടൗണിലെത്തിയപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും റോഡരികിൽ കൂടിയിരുന്ന CPIM പ്രവർത്തകരും തമ്മിൽ പോർവിളിയും കുപ്പിയേറും നടന്നു. പിന്നാലെ അത് സംഘർഷത്തിൽ കലാശിച്ചു. ഈ സംഭവത്തിലാണ് മയ്യിൽ പോലീസ്, കണ്ണൂർ DCC ജനറൽ സെക്രട്ടറി റഷീദ് കവ്വായി, യൂത്ത് കോൺഗ്രസ് തളിപ്പറമ്പ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അമൽ കുറ്റ്യാട്ടൂർ, ജനറൽ സെക്രട്ടറി PR സനീഷ് അടക്കമുള്ള 50 കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയും ലോക്കൽ സെക്രട്ടറി പുരുഷോത്തമൻ അടക്കമുള്ള 25 CPIM പ്രവർത്തകർക്കെതിരെയും കേസെടുത്തത്. രാഹുൽ മാങ്കൂട്ടത്തിലടക്കമുള്ള നേതാക്കൾക്കെതിരെ കേസെടുക്കാൻ പോലീസ് നീക്കം നടത്തുന്നു എന്ന ആക്ഷേപം യൂത്ത് കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്. പ്രദേശത്ത് ഇന്നലെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം K സുധാകരൻ തറക്കല്ലിട്ട പുതിയ സ്തൂപവും തകർക്കപ്പെട്ടിട്ടുണ്ട്. കണ്ണൂർ ACP പ്രദീപൻ കണ്ണിപ്പൊയിൽ, മയ്യിൽ പോലീസ് ഇൻസ്പെക്ടർ PC സഞ്ജയ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് പോലീസ് നിരീക്ഷണവും ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.